കൊല്ലത്ത് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം. ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങുവെച്ച് വിമാനത്തിൽ കൊണ്ടിറക്കിയ US നടപടിക്കെതിരെ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധം DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായി കേരളത്തിൽ തങ്ങിയ ബംഗ്ലാദേശ് ദമ്പതികളെ എറണാകുളത്ത് നിന്ന് ഞാറക്കൽ പോലീസ് പിടികൂടി. ദശരഥ് ബാനർജി, ഭാര്യ മാരി ബീബി എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് അനധികൃത ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കിന്റെ പകർപ്പും പോലീസ് കണ്ടെടുത്തു. എറണാകുളം കിഴക്കമ്പലം കള്ളുഷാപ്പിലെ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ 3 പേർ പിടിയിൽ. താമരച്ചാൽ സ്വദേശി ഐവിൻ ബേബി, മാറമ്പിള്ളി സ്വദേശി ശരത് ശങ്കർ, വാഴക്കുളം സ്വദേശി ശ്യാംകുമാർ എന്നിവരാണ് പിടിയിലായത്. എറണാകുളത്ത് 4 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. മുർഷിദാബാദ് സ്വദേശി റോക്കി ദാസ്, പൂക്കാട്ടുപടി സ്വദേശി യദുകൃഷ്ണൻ എന്നിവരാണ് പോലീസ് പിടികൂടിയത്. വിൽപ്പനക്കായി കഞ്ചാവ് സ്കൂട്ടറിൽ എത്തിക്കുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത്. തിരുവനന്തപുരം വെള്ളനാട് നിയന്ത്രണം വിട്ട കാറിടിച്ച് യുവാവ് മരിച്ചത് കണ്ണമ്പള്ളി സ്വദേശി ബിജു. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പൂവക്കുടി പാലത്തിൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ ബിജുവിനെ ഇടിക്കുകയായിരുന്നു. തിരുവനന്തപുരം വെളിയന്നൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികർക്ക് പരിക്ക്. വെളിയന്നൂർ സ്വദേശിയായ സോമൻ, പ്രസന്നൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മലപ്പുറം കാലടി സർവീസ് റോഡിലെ തകർന്ന പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. കഴിഞ്ഞ വർഷമാണ് പന്തേപ്പാലം തോടിന്റെ മുകളിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന പാലം ഒരു വശത്തേക്ക് ചരിഞ്ഞ് തകർന്നത്. മലപ്പുറം വളാഞ്ചേരി മുനിസിപ്പൽ തല പ്രീ പ്രൈമറി കലാമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായി വൈക്കത്തൂർ ALP സ്കൂൾ. ചാമ്പ്യന്മാരായ ടീമിനെ PTA-യും സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് അനുമോദിച്ചു. കൊല്ലം കുണ്ടറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രേഖയിൽ പട്ടികജാതി വിഭാഗത്തെ അവഹേളിച്ചതായി ആക്ഷേപം. ഭരണസമിതിയുടെ നടപടിക്കെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റി ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കുണ്ടറ സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം കൂനാമാവിൽ സർവീസ് റോഡിന്റെ വീതി കുറവ് പരിഹരിക്കുവാൻ അടിക്കുളം മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ പള്ളിക്കടവ് റോഡ് വരെ എലിവേറ്റഡ് റോഡ് നിർമ്മിക്കണമെന്ന് വിവിധ സ്കൂൾ മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ടു. കോട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി യോഗം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തവന്നൂരിലെ മാഘമക മഹോത്സവത്തിന് കൊടിയേറി. ജനറൽ കൺവീനർ സ്വാമിനി അതുല്യ ഋതപ്രാണ നേതൃത്വം നൽകി. ആലപ്പുഴ മാങ്ങാങ്കുഴിയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച ഇന്ത്യ സ്റ്റോറി നാടകയാത്രയ്ക്ക് സ്വീകരണം നൽകി. പരിപാടി താഴക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് ഉദ്ഘാടനം ചെയ്തു.